എല്ലാവർക്കും നമസ്കാരം. നമുക്ക് രസമുള്ളൊരു രസം ഉണ്ടാക്കാം. പരിപ്പില്ല കേട്ടോ ഈ രസത്തിൽ. ഇതിൻ്റെ റെസിപ്പി കേരളത്തിൽ വളരെ പരിചിതമാവില്ല. എന്നാൽ കൂടെ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. തക്കാളി, ഉള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, ശർക്കര, പുളി, എണ്ണ, ജീരകം പൊടിച്ചത്, കായം പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത്, ടെർമറിക്, മല്ലിപ്പൊടി, കൊത്തമല്ലി ഇല. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ താളിക്കാനുള്ള കടുകും വറ്റൽമുളകും. അപ്പം നമുക്ക് അതിൻ്റെ പ്രോസസ്സിലോട്ട് കിടക്കാം. ഒരു കടായി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ കടുക് താളിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ടിട്ട് പോപ്പ് ചെയ്യിച്ചെടുക്കാം. അതിലോട്ട് 2 വറ്റൽമുളകും 10 കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് ഈ താളിച്ചെടുക്കുന്നതിലോട്ട് നമ്മൾ മസാലപ്പൊടികളൊക്കെ മിക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് മൈൽഡായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും കൂടെ വേണം. അപ്പോൾ ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് തുടങ്ങാം. ഒരു ടീസ്പൂൺ കായം പൊടിച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത്രയും ചേർത്ത് നല്ലവണ്ണം ഇളക്കിയിട്ട് ഒന്ന് മൂപ്പിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ, അതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം പിഴിഞ്ഞിട്ട് അത് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതോടൊപ്പം ഒരു 500 ml 1/2 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 4 പേർക്കുള്ള രസമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതാണ് 500 ml എന്നുള്ളൊരു ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ചേരുവകളോടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1/2 സവോള അരിഞ്ഞത്, 2 തക്കാളി മുറിച്ച് വെച്ചിട്ടുള്ളത് എല്ലാം ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു ചെറിയ ശർക്കരയുടെ പീസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ ഈ സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം തിളയ്ക്കട്ടെ. നല്ലവണ്ണം തിളച്ചാലേ ആ രസത്തിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് തിളയ്ക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപ്പും കൊത്തമല്ലി ഇലയൊക്കെ ചേർത്ത് കൊടുക്കണം. ഏതാണ്ട് 10 മിനിറ്റ് ആയി കാണണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തോളൂ. അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 3 മിനിറ്റോളം വീണ്ടും തിളപ്പിക്കാം. ആ മല്ലിയുടെ സ്മെല്ലൊക്കെ നല്ലോണം ഇതിലോട്ട് മിക്സ് ആവട്ടെ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതിൽ പരിപ്പില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു രസമാണ്. രസം പൗഡറൊന്നും ഉപയോഗിക്കുന്നില്ല, വീട്ടിലുള്ള മസാലകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു രസമാണ്. ഹോപ്പ് യു വിൽ ലൈക്ക് ഇറ്റ്. ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഗുഡ് ഡേ.